ഹായ് സ്റ്റുഡൻസ്, നമുക്ക് ഈ വീഡിയോയിലൂടെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതായത് എക്സിസ്റ്റിംഗ് ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്ന നിലവിലുള്ള ബിസിനസ്സിൻ്റെ സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ് ഞാനിതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പുതുതായി ആരംഭിച്ച ബിസിനസ്സിൻ്റെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഇപ്പം നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് വരക്കുക എന്നുള്ളത് ആദ്യം പറയാം. അതിനുശേഷം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്യാഷ് ബുക്ക് ആദ്യം ഒരു പേജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. അതായത് നടുവിലോട്ട് ഒരു ലൈൻ വരച്ച് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഭാഗം ഡെബിറ്റ് സൈഡാണ്, ഡേറ്റ് കോളം, പാർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഈ ഭാഗം ക്രെഡിറ്റ് സൈഡ്, ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്. ഇത് റെസീറ്റ് സൈഡാണ്, കിട്ടുന്നതൊക്കെ കാണിക്കുന്നതാണ് ഈ സൈഡ്. ഇത് പേയ്മെൻറ്റ് സൈഡ്, ക്യാഷ് പേയ്മെൻറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ലെഡ്ജർ ചെയ്യേണ്ട ആവശ്യം, ക്യാഷ് ബുക്ക് ചെയ്യേണ്ട ആവശ്യം. ക്യാഷ് ബുക്ക് ലെഡ്ജറും കൂടിയാണ്. ഫസ്റ്റ് നമ്മൾ ട്രാൻസാക്ഷൻ നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് ആദ്യം വായിക്കുക. പ്രിപ്പയർ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഫോർ ദ മന്ത് ഓഫ് April 2021 ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. ഇതിൽ നിന്ന് നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. April 2021 നമുക്ക് ട്രാൻസാക്ഷൻ ഫസ്റ്റ് കിടക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ April 1, 2021 ക്യാഷ് ഇൻ ഹാൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 25,000. അതായത് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നടത്തിക്കൊണ്ടുപോകുന്ന ബിസിനസ് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ ബിസിനസ് നടത്തിയതിന് ശേഷം ബാക്കി കയ്യിലുള്ള ക്യാഷാണ് ഈ 25,000. അപ്പോൾ അതിന് നമ്മൾ ജേണൽ എൻട്രി ആയിട്ടല്ല എഴുതേണ്ടത്. അത് കഴിഞ്ഞ മാസത്തെ ബാലൻസ് അടുത്ത മാസത്തേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ജേണൽ എൻട്രി ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ജേണൽ എൻട്രി അല്ല, ആ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് കഴിഞ്ഞ മാസത്തെ ബാലൻസ് ആണ്. അത് ഈ മാസം 2021 April 1 ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ, കഴിഞ്ഞ മാസത്തെ ബാലൻസ് ഈ മാസത്തേക്ക് ബിസിനസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് 25,000. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡിന് ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽ നടത്തിയാൽ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ റെസീറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. April 2 സെയിൽസ് ആകുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ആഫ്റ്റർ ടു സെയിൽസ് ആണ് ജേണൽ എൻട്രി. അപ്പോൾ ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 2,20,000 കാണിക്കുക. ക്യാഷ് വരുന്നത് ഈ സൈഡിൽ. ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക്. അപ്പം ബാങ്കിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. തേർഡിന് ഡെപ്പോസിറ്റ് ചെയ്താൽ ക്യാഷ് കയ്യിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് പോവാണ്. അപ്പോൾ പോകുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു ക്യാഷ് ആണ്. നമ്മൾ ജേണൽ എൻട്രി മനസ്സിലാക്കുകയും വേണം. 2021 April 3 ബൈ ബാങ്ക്, amount 2 lakhs. Next, issued check to a creditor 49,900 after deducting cash discount of rupees 3,100. ക്രെഡിറ്റർക്ക് ചെക്ക് ഇഷ്യൂ ചെയ്തു 49,900. അതായത് ക്യാഷ് ഡിസ്കൗണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി 49,900 രൂപയുടെ ചെക്കാണ് ഇഷ്യൂ ചെയ്തത്. അപ്പം ജേണൽ എൻട്രി വരും. ആ ക്രെഡിറ്ററുടെ പേരാണ് നമ്മൾ, ക്രെഡിറ്ററുടെ പേരും ബാങ്കുമാണ് ഇതിൽ രണ്ട് അക്കൗണ്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ബുക്കാണ്. ഇവിടെ ക്യാഷ് റെസീറ്റും ഇല്ല, ക്യാഷ് പേയ്മെൻറ്റും ഇല്ല, ബാങ്ക് ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ട്രാൻസാക്ഷൻ നമുക്ക് ഒഴിവാക്കാം. കാരണം അതിൽ ക്യാഷ് റെസീറ്റ്സ് വരുന്നില്ല, ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്. ബാങ്കിലേക്കാണ് ചെക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ചെക്ക് റിസീവ്ഡ് ആണെങ്കിൽ ക്യാഷ് റെസീറ്റ് ആയിട്ട് നമുക്ക് എസ്യൂം ചെയ്യാം. നെക്സ്റ്റ് ഫോർത്ത്, വേജസ് പെയ്ഡ് ഇൻ ക്യാഷ്. വേജസ് കൊടുത്തു, അപ്പോൾ പേയ്മെൻ്റ് ആണ്. വേജസ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്യുക, ഈ ലെഡ്ജറിൽ ക്രെഡിറ്റ് ചെയ്യുക. April 4 ബൈ വേജസ്, amount 22,500. Next, cash sales of 1,80,000 out of which 1 lakh was deposited into bank on April 7. Cash sales of 1,80,000 അതായത് ക്യാഷ് സെയിൽസ് നടത്തിയിട്ടുണ്ട് 1,80,000. അതിൽ 1 lakh ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു April 7. അപ്പോൾ നമുക്കിത് രണ്ടെണ്ണം ഇതിൽ വരുന്നുണ്ട്. ക്യാഷ് സെയിൽസ് 1,80,000 വന്നിട്ടുണ്ട്, അതുപോലെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഇതിലേക്ക് കാണിക്കണം. ആദ്യം ക്യാഷ് സെയിൽസിൻ്റെ ജേണൽ എൻട്രി എന്താ വരിക? ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ
സാധനം വെക്കുമ്പോൾ ബിസിനസ്സിലേക്ക് പൈസ വന്നു. അപ്പോൾ ഈ സൈഡിൽ അത് കാണിക്കണം. 4th ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 1,08,000 കാണിക്കണം. 1,08,000 സെയിൽ നടത്തിയിട്ടുണ്ട്. ജേണൽ എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് ആഫ്റ്റർ ടു സെയിൽസ് ആണ്. ഔട്ട് ഓഫ് വിച്ച് അതിൽ നിന്നാണ് 1 lakh ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് April 7th. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ബിസിനസ്സിന് പൈസ ബാങ്കിലേക്ക് പോവുകയാണ്, പേയ്മെൻ്റ് ആണ്. അപ്പോൾ പേയ്മെൻ്റ് ആകുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. April 7th ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡേറ്റ് 7 ഇട്ടിട്ട് കൊടുക്കുക. അവിടെ 4 ഇടാൻ പാടില്ല. ഡെപ്പോസിറ്റ് ചെയ്ത് 7th. അപ്പം ബൈ ബാങ്ക് 1 lakh. 1 lakh മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് 9th പെയ്ഡ് ക്യാഷ് rupees 4,500 ടു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് 4,500 രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ലോഡ് ചെയ്തത്, ലോഡിങ് ആൻഡ് അൺലോഡിങ് അതാ വരിക. അതായത് അതിന് കൊടുത്ത കൂലിയായിരിക്കാം ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്. അപ്പോൾ അത് നമ്മൾ കോമൺ ആയിട്ട് ഒരു പേരിട്ട് കൊടുക്കാം. ഫ്രൈറ്റ് എന്നുള്ളൊരു പേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ് അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രൈറ്റാണ് നമ്മൾ സാധാരണയായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഫ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ പേര് ഇതിൽ വരാൻ പാടില്ല, കാരണം ഇത് ലോഡിങ് ആൻഡ് അൺലോഡിങ്ങിൽ വരുന്നതാണ്. അത് പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഫ്രൈറ്റ് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇട്ട് കൊടുക്കാം. 2,000 അല്ല, 4,500. നെക്സ്റ്റ് വിൻഡോ ക്ലീനിങ് സർവീസ്. വിൻഡോ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഓഫീസിലുള്ള ചിലവായിരിക്കാം വിൻഡോ. അപ്പം നമ്മളത് ഓഫീസ് എക്സ്പെൻസിൻ്റെ ഇതിലേക്ക് വിൻഡോ ക്ലീനിങ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു അക്കൗണ്ട് ഉണ്ടാവണം എന്നില്ല. വിൻഡോ ക്ലീനിങ് പിന്നെ മോപ്പിംഗ്, സ്വീപ്പിംഗ് അതൊക്കെ നമ്മൾ ഓഫീസ് എക്സ്പെൻസിനാണ് ഇടുക. അപ്പോൾ നമ്മളത് ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, ഗ്ലാസും ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതും പേയ്മെൻ്റ് ആണ്. 20 ഓഫീസ് എക്സ്പെൻസ് എന്നുള്ള പേരിൽ കോമൺ നെയിമിൽ ഇട്ട് കൊടുക്കുക. 2,000. നെക്സ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം യു ആൻഡ് കമ്പനി. സാധനം ക്രെഡിറ്റിന് വാങ്ങി എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്യാഷ് കിട്ടില്ല. ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല, ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. പൈസയുടെ ഒരു ഇടപാടുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ജേണൽ എൻട്രി ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ട, ഈ ട്രാൻസാക്ഷൻ ഇവിടത്തേക്ക് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ വരുന്ന ജേണൽ എൻട്രി എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ട് ആഫ്റ്റർ ടു യു ആൻഡ് കമ്പനിയാണ്. അതിൽ ക്യാഷ് എന്ന് പറഞ്ഞ ഒരു സംഭവം വരാത്തത് കൊണ്ട് ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് 28 ആണ്. പെയ്ഡ് ക്യാഷ് ടു ഷാർപ്പ് എ ക്രെഡിറ്റർ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിസ്കൗണ്ട് ഓഫ് 500. ഷാർപ്പ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് അതൊരു ക്രെഡിറ്ററാണ്, പൈസ കൊടുക്കാനുള്ള ആ ഒരു കമ്പനിയാണ്. അപ്പോൾ അതിന് 9,500 കൊടുത്തത്. 10,000 കൊടുക്കാനുള്ളത് 500 ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ബാക്കി 9,500 കൊടുത്തു. പേയ്മെൻ്റ് ആണ്. അപ്പോൾ പേയ്മെൻ്റ് ആകുമ്പോൾ ഈ സൈഡിലാണ് കാണിക്കേണ്ടത്. 28 ബൈ ഷാർപ്പിനാണ് കൊടുത്തത്, ഒരു ക്രെഡിറ്ററാണ്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേര് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ട് 9,500 ഇവിടെ ഇട്ട് കൊടുക്കുക. ഡിസ്കൗണ്ട് നമ്മൾ ഇതിൽ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ക്യാഷ് ബുക്ക് വിത്ത് ഡിസ്കൗണ്ട് കോളം എന്നിട്ടൊരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്ക് ഉണ്ട്, അതിൽ ഈ ഡിസ്കൗണ്ട് കാണിച്ചാൽ മതി. ഇതിലിപ്പോൾ ഇത് ഡിസ്കൗണ്ട് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് ഡിസ്കൗണ്ട് വരുന്നതാണെങ്കിൽ ജേണൽ എൻട്രി വരിക ഷാർപ്പ് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് വരിക. നെക്സ്റ്റ് 29 പെയ്ഡ് ഇലക്ട്രിസിറ്റി ബിൽ എക്സ്പെൻസ് ആണ്, പേയ്മെൻ്റ് ആണ്. അതും 29 ഇവിടെ ഇലക്ട്രിസിറ്റി ബിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചാലും മതി. ചാർജസ് കാണിച്ചാൽ മതി, ബില്ല് കാണിക്കണ്ട. നെക്സ്റ്റ് 30 ക്യാഷ് കളക്റ്റഡ് ഫ്രം മഹേഷ് 45,000 ആഫ്റ്റർ അലൗണ്ട് ഡിസ്കൗണ്ട് 2,500. മഹേഷിൻ്റെ അടുത്ത് ക്യാഷ് കിട്ടി.
45,000 രൂപ. അപ്പം ഡിസ്കൗണ്ട് കഴിച്ചിട്ടാണ് 45,000 അവർ തന്നത്. നമ്മൾ അലോ ചെയ്ത് ഡിസ്കൗണ്ടും കഴിച്ചിട്ട് ബാക്കി 45,000 ആണ് തന്നത്. അപ്പോൾ ഇവിടെ ക്യാഷ് റെസീറ്റാണ്, ക്യാഷ് കിട്ടിയതാണ്. ക്യാഷ് കിട്ടിയതാകുമ്പോൾ ഈ സൈഡിലാണ് കാണിക്കേണ്ടത്. ജേണൽ എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് ഡയറക്ടർ ടു മഹേഷാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പം ഒരു എളുപ്പ വഴി മനസ്സിലാക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ കിട്ടുന്നതൊക്കെ ഇവിടെ കാണിക്കണം, കൊടുക്കുന്നതൊക്കെ ഇവിടെ കാണിക്കണം. റെസീറ്റ് കോളം, പേയ്മെൻറ്റ് കോളം, അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ക്യാഷ് ബുക്ക് ചെയ്യേണ്ടത്. ഒരുമിച്ച് ജേണൽ എൻട്രിയും ചെയ്താൽ ആ ജേണൽ എൻട്രി നമുക്ക് തറവായിക്കോളും. ജേണൽ എൻട്രി പറഞ്ഞ് ചെയ്താൽ. $45,000. അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് വരുന്ന പോസിറ്റീവ്. ഇനി നമ്മളിത് ക്ലോസ് ചെയ്യുക വേണ്ടത്. ക്ലോസ് ചെയ്യുമ്പം സാധാരണ നമുക്ക് ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ സൈഡാണ് സാധാരണയായിട്ട് കൂടുതൽ ഉണ്ടാവുക ക്യാഷ് ബുക്കിൽ, ഓർഡിനറി കേസിൽ. അല്ലാതെങ്കിൽ അത് ക്യാഷ് ഇല്ലാണ്ട് ബിസിനസ് ചെയ്യുന്ന പോലത്തെ ഒരു ഇത് വരും. അപ്പോൾ സാധാരണ ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഈ സൈഡ് ആദ്യം തന്നെ കൂട്ടുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആഡ് ചെയ്യുമ്പം ഒരു ഇത് ട്രാൻസാക്ഷൻ എഴുതാനുള്ള അല്ലെങ്കിൽ ഒരു പോസ്റ്റിംഗ് എഴുതാനുള്ള സ്ഥലം വിട്ടിട്ട് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പം ഇവിടെ എത്ര വരുന്നത്? 80,000, 1,80,000, 2,80,000, 3,00,000, 4,70,000. 4,70,000 ആണ് ഇവിടെ ടോട്ടൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും 4,70,000 ഇട്ട് കൊടുക്കുക. ഇവരെ ടോട്ടൽ, അപ്പോൾ ഇവരെ ടോട്ടൽ വരുന്നത് എത്രയായിരിക്കും? നമ്മൾ റഫായിട്ട് നോക്കണം. $2,51,500 ആണ് ഈ സൈഡിൽ വരിക. അപ്പം അത് 4,70,000 ആക്കണം. ഇത് ആഡ് ചെയ്താൽ അത്രയേ വരുള്ളൂ, കുറവാണ് വരുന്നത്. അപ്പോൾ ഇത് ഈ ഭാഗം ഇതുപോലെ തന്നെ 4,70,000 ആക്കണമെങ്കിൽ ഇതിനോട് എത്ര ആഡ് ചെയ്യണം? 1,22,500 ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1,22,500 ഇട്ട് കൊടുക്കുക. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. അതായത് ഇതിൻ്റെ അർത്ഥം ഇത്രയും ബാലൻസ് ബിസിനസ്സിൻ്റെ കയ്യിലുണ്ട് എന്നാണ്. ഏപ്രിൽ 30-ന് ഏപ്രിൽ മാസത്തെ ബിസിനസ് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇത്ര ക്യാഷ് കയ്യിലുണ്ട്. ഈ ക്യാഷ് വെച്ചിട്ട് വേണം അടുത്ത ബിസിനസ് നടത്താൻ. അപ്പം നെക്സ്റ്റ് ഡേറ്റ് ഇവിടെ പേജ് കഴിഞ്ഞു പോയി. May 1ന് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 1,22,500 ഇട്ട് കൊടുക്കണം. ഇത് വെച്ചിട്ടാണ് നെക്സ്റ്റ് മാസം ബിസിനസ് ചെയ്യാം. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇത് കുറച്ച് ക്വസ്റ്റ്യൻ കുറച്ച് വലുതായത് കൊണ്ടാണ് ഇവിടെ സ്പേസ് ഇല്ലാഞ്ഞത്. ഇത് ഞാൻ വായിച്ചിട്ട് ചെയ്യുമ്പം പെട്ടെന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ക്യാഷ് ബുക്ക് ഫുള്ളായിട്ട് ഒന്നിൽ തന്നെ വന്നത്. അപ്പോൾ ക്യാഷ് ബുക്ക് ചെയ്യുമ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുമ്പോൾ എത്ര കോളമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇത് റിസീപ്റ്റ് സൈഡാണ്, ഇത് പേയ്മെൻറ്റ് സൈഡാണ്. കിട്ടുന്നതൊക്കെ ഇവിടെ കാണിക്കും, കൊടുക്കുന്നതൊക്കെ ഇവിടെ കാണിക്കും. എക്സിസ്റ്റിംഗ് ബിസിനസ് ആണെങ്കിൽ കഴിഞ്ഞ തൊട്ട് മുമ്പേയുള്ള മാസത്തെ ബാലൻസ് ബ്രോട്ട് ഡൗൺ ആക്കി കാണിക്കണം. ട്രാൻസാക്ഷനൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് വരും. അതായത് ഇവിടെ കൂടുതൽ ക്യാഷും ഇവിടെ കുറവെന്ന് പറഞ്ഞാൽ ക്യാഷ് ബാലൻസ് കയ്യിലുണ്ട് എന്ന് അർത്ഥം. അപ്പോൾ ഇത് ബാലൻസ് ക്യാരി ഓൺ ആയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് മന്ത് ആ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തിട്ട് ഇത് വെച്ചിട്ടാണ് നെക്സ്റ്റ് ബിസിനസ് ചെയ്യുക. അപ്പോൾ ഇത്രയും വരവുണ്ട്, ഇത്രയും ചിലവ്. ഇത്രയും ഈ 4,20,000 വരവിന്ന് ചിലവ് ഇത്ര മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി 1,22,500 കയ്യിലുണ്ട്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.